ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കപ്പെടുന്നത് ഏത് കോടതിയാണ്? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കപ്പെടുന്നത് ഏത് കോടതിയാണ്? സുപ്രീം കോടതി. സുപ്രീം കോടതി നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 28. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഇന്ത്യ. ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെട്ടത് ആര്? ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആര്? M.N. റോയ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യമായി പൗരത്വ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്ന്? ആദ്യമായി പൗരത്വ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്ന്? 2019 ജൂലൈ 19. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് സംസാരിച്ചത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആര്? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? BR അംബേദ്കർ. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജനുവരി 22. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര്? ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2005. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42ാം ഭേദഗതി. ദേശീയ ഗാനം അംഗീകരിച്ചത്? ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പാസാക്കിയത് എന്ന്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത് എന്ന്? 2010. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി എന്ന്? നീതി ആയോഗ് നിലവിൽ വന്ന തീയതി എന്ന്? 2015 ജനുവരി 1. ഭരണഘടനയിലും മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഭരണഘടനയിലും മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? സ്വരൺ സിംഗ് കമ്മിറ്റി. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി എന്ന്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി എന്ന്? 2013 സെപ്റ്റംബർ 12. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്? 1986 നവംബർ 19.
കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആര്? കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആര്? രാഷ്ട്രപതി. തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര്? തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര്? A.B. വാജ്പേയി. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഏത്? ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഏത്? ഹൗസ് ഓഫ് പീപ്പിൾ. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? 25 വയസ്സ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർ. വിദേശാക്രമണം, സാധുത കലാപം എന്നിവ ഉണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? വിദേശാക്രമണം, സാധുത കലാപം എന്നിവ ഉണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? 18 വയസ്സ്. ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത്? ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത്? ആംഗ്ലോ ഇന്ത്യൻ. ഒരു ലോകസഭ അംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരം? ഒരു ലോകസഭ അംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരം? സ്പീക്കർ. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? ഓസ്ട്രേലിയ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് രൂപീകൃതമായ തീയതി എന്ന്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ തീയതി എന്ന്? 1947 ഓഗസ്റ്റ് 29. GST നിലവിൽ വന്ന തീയതി എന്ന്? GST നിലവിൽ വന്ന തീയതി എന്ന്? 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഇംഗ്ലീഷ്, ഹിന്ദി. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളുടെ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളുടെ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ലോകസഭാ സ്പീക്കർ. വന്ദേ മാതരം എന്ന രാഷ്ട്രീയ ഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയൊരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? വന്ദേ മാതരം എന്ന രാഷ്ട്രീയ ഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് നോവൽ? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കാൻ എടുക്കേണ്ട സമയം. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു എന്നാണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു. ഇന്ത്യയിൽ വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത് 2019 ഏപ്രിൽ 1-ന്. 2019 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 26.